മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുഞ്ഞോളില്ല, ഇന്ന് വേറെ ടീമാണ്. കുഞ്ഞോൾ എന്തുകൊണ്ടില്ല അവസാനം വരെ കണ്ടോളി. അപ്പോൾ മനസ്സിലാവും എന്തുകൊണ്ട് കുഞ്ഞോളില്ല, എന്തുകൊണ്ട് കുഞ്ഞോളെ കൊണ്ടുപോയില്ല എന്നുള്ളത്. എന്താണ്ട് വർത്താനം എല്ലാവർക്കും സുഖം തന്നെയല്ലേ? വല്ലാത്ത ജാതികൾ തന്നെ കേട്ടോ. ആ പഴയ ഇതൊന്നും നിങ്ങൾക്ക് നമ്മോടില്ല, സ്നേഹമൊന്നുമില്ല. പിന്നെ സമയം അതിരാവിലെയാണ്. ഇവിടെ ഒരു 7-7:30 ആയിട്ടുണ്ട്. ഒരു സ്ഥലം വരെ പോവുകയാണ്. അവസാനം വരെ കണ്ടാൽ എന്താണ് ഏതാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. വൈക്ക പിടിച്ചിങ്ങളത് നിർത്തുകയാണെങ്കിലോ ഒരു കുന്തം കിട്ടൂല. എവിടേക്കാ പോകണത്, എന്താ ഏതാണെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇത് അവസാനം വരെ കണ്ടാൽ എന്താ ഏതാണെന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ 2-3 സ്ഥലത്തായിട്ട് 1-2 സ്ഥലത്തായിട്ട് വണ്ടിയിൽ കയറാനുള്ള ആളുകളുണ്ട്. ഒക്കെ വഴി ഞങ്ങൾക്ക് കാണാം ആരൊക്കെയാണ്, എന്താണ് ഏതാണ്. ചില ആളുകളൊക്കെ അറിയിക്കാറ പോലെ, ചിലവർ അറിയില്ല. അപ്പോൾ ഒന്ന് രണ്ട് സ്ഥലത്ത് പോയിട്ട് 1-2 ആൾക്കാർ പിക്ക് ചെയ്യാണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണാം നമുക്ക്. അങ്ങനെ ഗായ്സ്, അടുത്ത ലൊക്കേഷനിൽ ഒരാളെ കൂട്ടാൻ പോവുകയാണ്. ഇതാണ് ഈ വരുന്ന ആള്. ആരാണെന്നറിയോ? ഈ ചുരിദാറൊക്കെ ഇട്ടുകണ്ടാ ഒട്ടച്ചോനെ അരപ്പതോ ചുരിദാറൊക്കെ ഇട്ടുകണ്ട്. അറിയോ എത്താ കുഞ്ഞ ചുരിദാർമലൊക്കെയാണോ? ഉഷാറായിക്കണ്. ഇതെന്താണ്? ആർക്കല്ല അച്ചാറ് കുഞ്ഞെ? നമ്മൾ വണ്ടി അപ്പൊ എന്നോട് നല്ല വേക്കില് തിരിച്ചോന്ന് എപ്പോഴാ പറഞ്ഞത്? ഞാൻ കയറിനോട് കൂടെ പറഞ്ഞു. ഏതായാലും കുഞ്ഞ ചുരിദാറൊക്കെ ഉഷാറായിക്കണ്ട. എവിടെ നടത്ത്? അതൊക്കെ ചെറിയ ലോക്കല് പീടിന്നോ? എന്നാലും ഉഷാറായിക്ക കേട്ടോ. അങ്ങനെ ഞങ്ങൾ അടുത്ത ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ടല്ലേ കുഞ്ഞ. ആരാവിടെ ഇരിക്കണ? ആരാണതേ? ഓരോ പോര് കാണില്ല ഓരല്ലേ? ആ, ഇവിടുന്ന് 2-3 വരാണ്ട് കേട്ടോ. കണ്ടോളിട്ടാ. വേടവാ. ആ എന്താണ് അടുത്ത് എത്തി. അപ്പം 2 ഇനി 2 കൂടി വരാണ്ട്. വരി. നിങ്ങളെ തള്ള ഇതാണ് കണ്ടോ? മറ്റയാളൊക്കെ തള്ളയാണ് ഈ വരുന്നത് കണ്ടോ? മറ്റയാളൊക്കെ തള്ളയാണ്. ഓടി വരുന്നേ. ഈ തള്ളന്റെ തള്ളയാണ് ഇതും. വിശ്വസിക്കുക ആരെങ്കിലും? തുറക്കൂല. ഈ തള്ളന്റെ ആങ്ങളാണ് ഞാന്. അല്ലാത്തൊരു എവിടെ ഇനി വേറൊന്നുകൂടി വരാണ്ടല്ലോ കുഞ്ഞിയ? ഇനി ഒന്നുകൂടി ഉണ്ടല്ലോ എനിക്ക്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ ഏകദേശം ആരൊക്കെയാണ് ഏതൊക്കെയാണെന്ന് ഇപ്പൊ നമുക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും പറയൊക്കെ. ഇനി എവിടേക്കാണ്, എന്താണ്, എന്തിനാണ് പോണെന്നുള്ളതൊക്കെ നമുക്ക് വിശദമായിട്ട് പറഞ്ഞു. ഒരുത്തി കൂടി വരാണ്ടായി. ഇവിടെ വരട്ടെ. ആൾക്ക് എന്താണോ ക്യാമറ ഇല്ലേ? ഓളില്ല. എന്നായിക്കോട്ടെ ഗൈസ്. അപ്പൊ ഇത്രേ ഉള്ളൂ. ഒന്നുകൂടി ഉണ്ട്. ഞാൻ പോരുന്നില്ല എന്ന് പറഞ്ഞത്. ഞങ്ങള് പോട്ടെ. എന്താ ചേച്ചി പറയണേ? പഠിപ്പാ. അതിക്കുള്ള തള്ള പഠിപ്പിച്ചു കൊടുക്കണേ. തള്ളക്ക് ഈ തള്ളിയും പഠിപ്പിച്ചു കൊടുക്കും അല്ലേ? ചീത്തറിയില്ല. ശരി, അതുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ നന്നായതല്ലേ? അന്റെ ടീം ഏതാണ്? നൈനോ? ബ്രസീല്. ഇത് പിടിച്ചാ അതിന് മൂക്കടഞ്ഞ. അത് ബ്രസീൽ പറയുമ്പോ അത് മൂക്ക് നട്ട് ഒലിച്ചാണ് നന്നായിട്ട്. ബ്രസീലല്ലേ മറ്റേ മെസ്സി ഒക്കെ ഉള്ളത്? ആണ്. ആണോ? മെസ്സിയിലുള്ളത്? മെസ്സി ഇന്ത്യയിലല്ലേ? അല്ലല്ല, മെസ്സി ഇന്ത്യയിലല്ലേ? എന്നാ പറയാ, അല്ല ഫുട്ബോൾ പ്രേമികളാണ് കാരണം നടക്കും ചേച്ചോ. പറയടേ.
പറയാൻ ഓ എന്നായിക്കോട്ടെ ആലോചിച്ചിട്ട് പറട്ടാ. ഗൈസ് മെസ്സി ഇന്ത്യയിലാണെന്ന് പറഞ്ഞോള് ഭയങ്കര. ആ നജി പറ എവിടെയാണ്? തമിഴ്നാട്ടിലാ? ആന്ധ്രാപ്രദേശിലാ? അർജന്റീനയിലാ? ആര്? മെസ്സിയോ? എന്താ ഡ്രസ് മാറിയാ? ഇത് വന്നപ്പോ അങ്ങനെ തന്നെയല്ലോ പാട്ടിട്ട് കൊടുക്കായിട്ട്. ഓള് പറഞ്ഞ പാട്ടിടായിട്ട് കുയിന്താട്ടിക്കണോട് ഒരാള് കണ്ടില്ലേ? ആ പിന്നെ അതിനാണ് കുയിന്താട്ടി മുസ്ലിന ഓള് പറഞ്ഞ പാട്ടിടായിട്ട്. എനിക്ക് ഏതാ വേണ്ടി ഡാഡി മമ്മി വീട്ടിലില്ലാന്ന് ആ പാട്ടല്ലേ? അതിനാണ് ഇപ്പൊ ആ പാട്ടിട്ട് കൊടുക്കായിട്ടാണ് പാന്നൂര് വിളിച്ചത്. ആ ഡാഡി മമ്മി വീട്ടിലില്ല ആ പാട്ടിട്ട് കൊടുക്കായിട്ട്. എന്താ ഏതായാലും പിന്നെ ചായ കുടിച്ചാതെ പോന്നില്ല. പല്ലൊക്കെ തേച്ചേക്കണ്. പിന്നെ അവനാൻ്റെ ആയതുകൊണ്ട് എപ്പോഴും തേക്കാലോ. ആ ഒരു കാഴ്ചപ്പാട് തന്നെ രാവിലെ തന്നെ തേച്ച് ചെയ്തേക്കണ്. എല്ലാവരും തേച്ചേക്കണ്. പിന്നെ വിഷയം എന്താന്ന് വെച്ചാല് സമയം ഇപ്പൊ 8-9 മണിയായിക്കണ്. എത്ര കുഞ്ഞ സമയം? 7 മണിക്ക് ഇറങ്ങിയേക്കണ്. ഒന്നും കഴിച്ചിട്ടില്ല. അപ്പൊ ചായ കുടിക്കാൻ വേണ്ടി ഹോട്ടലിൽ ഒന്ന് കേറിയതാട്ടാ. രണ്ടെണ്ണം വായിക്കപ്പുറം നീ പെണ്ണുണ്ടല്ലേ ഡാഡി മമ്മി വീട്ടിലില്ല ആ പാട്ടിട്ട് കൊടുക്കായിട്ട് കരയാണ് ഇവിടെ. ആണ് പിന്നെ അതാ ഡാലാമോ അതല്ലേ? ഓക്കെ പാട്ട് ഉണ്ടാണെന്ന് ചെയ്യണ്ട പാട്ട്. എന്നായിക്കോട്ടെ ചാടിച്ചിട്ട് വരാം. അങ്ങനെ ഹോട്ടലിലൊക്കെ കയറി ഞാനൊരു ചായ ഓർഡർ ചെയ്തു. ഒരു പൊരിച്ചത്തിരിൻ്റെ പൗതി അവിടെ നിലത്ത് കൊഞ്ഞാലും ചെയ്തു. എന്താ ചെയ്യാ നജ? സത്യത്തില് ഇജ്ജ് പറ ഇജ്ജ് ഡാഡി മമ്മി വീട്ടിൽ ആ പാട്ടിടായിട്ടാണോ പഴിച്ചിട്ടാണോ പാടുന്ന വിളിച്ചിട്ട് പറയാം. കണ്ടോ കുഞ്ഞി മക്കളൊക്കെ പൊറാട്ടയും മുട്ടക്കറിയും മീൻകറിയൊക്കെ ആയിട്ട് ഓർഡർ ചെയ്തിരുന്നത്. നമ്മൾ പാവം ഒരു ചായയും ഒരു പൊരിച്ചത്തിരിയും. അത് കട്ടകാലത്തിനാണെങ്കിൽ അത് നിലത്തേക്കും ചാടി. അങ്ങനെ ചായയുടെ കഴിഞ്ഞു. മൂസിനത് അവിടെ അന്തം പുട്ട പെരിച്ചതിനെ പോലെ അങ്ങനെ നിൽക്കണ കണ്ടോ. എന്തോ ഏതോ ആലോചിച്ച് കുത്തിരക്ക. വലിയ പങ്ങളെ വലിയ കുട്ടിയാതേ കുഞ്ഞിൻ്റെ കുട്ടിയപ്പതേ. എന്താ പോലെ എന്തേ കറപ്പോളെ മനസ്സില്ലേ? ഇപ്പം എന്തേ കറോളം ആലോചിക്കുക ഓക്കെ തന്നെ അറിയുള്ളൂ. അതൊഞ്ഞ് വണ്ടിയാൾ പോകണമെന്ന് നോക്കി കുത്തിരക്ക. പ്രത്യേക ഹൈവിയാണേ കണ്ടോ. അതാ കുഞ്ഞിയും വരുന്നുണ്ട് കേട്ടോ. ഇവളാണ് ഡാഡി മമ്മി ഇട്ടൊടുക്കൽ പാട്ടാടി എന്നൂല വിളിച്ചത്. അല്ലാത്ത ജാതികൾ എന്തെല്ലാം സഹിക്കണം വിറ്റങ്ങളെയും കൊണ്ടൊരു ബൈക്ക് പോകുമ്പോ. ഞാനാ തന്നെ ഞാൻ മെല്ലെ ചായ കുടിച്ചാണ്ട് മെല്ലെ മുന്നിൽ പോന്നു. പൈസ കൊടുത്തോ പിന്നെ ചോദിച്ചാ ഫോർമാറ്റിന്. ഞാൻ എനിക്കറിയില്ല പണ്ടേ പിസ്കനാണെന്ന്. പിന്നെ ഒന്നുമില്ലെങ്കിൽ ചായ കുടിച്ചോണ്ട് വേഗം പോരണം. അപ്പോഴും പൈസ കൊടുക്കണ്ട. അല്ലെ പിന്നെ എല്ലാം കഴിഞ്ഞാണ്ട് ഇങ്ങനെ ബാത്റൂമിലോ ഒന്നിങ്ങനെ പിന്നെയും കയ്യും കാലും കഗ്ഗി തന്നെ പിന്നെയും കഗ്ഗ. അങ്ങനെ ആകുമ്പോഴും തന്നെ ഒപ്പം പോകുന്നവർക്ക് ചടക്കും. എന്താ പോലെ എന്താട്ടുന്ന ഈ ചങ്ങായിൻ്റെ കായിലോ കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ചാണ്ട് തന്നെയും അത് കൊടുത്തോളും. എടാ ഇന്ന് എനിക്കില്ല ഡാഡി മമ്മൂട്ടി ആ കൊടുത്താ. പിന്നെ ഏതാ വേണ്ടത്? ഡാലാമോ ഡാഡി മമ്മി സിനിമ പാട്ട് തന്നെയല്ലേ? തൊള്ളിന്നാവും കണ്ടല്ലേ. ഏതായാലും പോട്ടെ. ഇന്നത്തെ ചായ പൈസ കുഞ്ഞു കൊടുത്തു. ഉച്ചക്കും ഇങ്ങനെ തന്നെ ആട്ടണം. എന്താട്ടും വല്ല ഫുഡ് കഴിച്ചാണ്ട് ഫോൺ എടുക്കാനാണ് അല്ലെങ്കിൽ എന്തെങ്കിലും എടുക്കാനാണ് വണ്ടിക്ക് പോരാ. എന്നിട്ട് ഇവിടെ ഫോണുമ്മ വിളിച്ച് കുത്തിരക്കുക. അപ്പൊ പിന്നെ വല്ല ഓല് കൊടുത്തോളൂ. ഞങ്ങൾ ഇവിടെ എത്തി. ഇവിടെ ആട്ടെ നമ്മളെ കുഞ്ഞിന്റെ ചെറിയ പെണ്ണുണ്ട്. ഓള് പഠിച്ചണ സ്ഥാപനം അത് കേട്ടോ. ഇങ്ങോട്ട് വന്നതാണ്. ഓക്കെ. പിന്നെ അപ്പൊ കുഞ്ഞു ഓലൊക്കെ ഇറങ്ങിപ്പോയിക്കണു ഓളെ കൂട്ടാൻ വേണ്ടി. പിന്നെ അപ്പൊ ഞോള് വന്നതിന് ശേഷം ഓള് വല്ലാതെ എന്തൊക്കെ കിട്ടൂല. നമ്മളമാർക്ക് അതൊരു കോപ്രായം കാട്ടുന്ന സൈസൊന്നും അല്ല. നോക്ക് ഇവള് അറിയാതൊക്കെ വീഴ പിടിച്ച് ഇടാൻ പറ്റുമെങ്കിൽ ഓളി ഞാൻ കാണിച്ചു തരാറില്ല. പത്തപ്പോ പറയാം. എന്തെല്ലാം കാണണം എന്തെല്ലാം സഹിക്കണല്ലേ. ഒരു യൂട്യൂബ് തുടങ്ങിയതിൻ്റെ പേരിൽ യൂട്യൂബ് കൊണ്ട് തുടങ്ങി ക്യാമറ കൊണ്ട് ഓണായി കഴിഞ്ഞാൽ പിന്നെ ഇതാണ് മുണ്ടീനി ആൾക്കാരും മുണ്ടൂല. അതോളം വർത്താനം പറയാൻ. ക്യാമറ ഓണാക്കുമ്പോൾ പിന്നെ ഓല് നിശബ്ദരാക്കാണ്. ശ്വാസം വരെ വിടൂല.
അതിൻ്റെ മെയിൻ ആളാണ് എൻ്റെ അമ്മ. ഇപ്പം ഈ പറഞ്ഞ കുഞ്ഞിൻ്റെ മകള്, കാരണവരെ ചെറുക്കം, അങ്ങനെ കുറേ ടീമുകളുണ്ട്. ഇതങ്ങോട്ട് ഓണായി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് തീരും, പിന്നെ ശ്വാസം വിടൂല. ആയിക്കോട്ടെ, ഏതായാലും ഓളൊക്കെ വരട്ടെ. അപ്പൊ റിച്ച് വണ്ടി കയറിക്കണ്ടാ മൂന്ന കുത്തിയേക്ക ആണ്ടല്ലേ. ഇതൊക്കെയാണ് കോലം. പിന്നെ എങ്ങനെയാണ് ഇപ്പൊ ഞാനൊക്കെ ഈ യൂട്യൂബ് തുടങ്ങിയ ശരിയാക്ക? കുടിച്ചിനോരൊക്കെ മൂന്ത കൊത്തും. ഇതാണ് കോലം ആണല്ലേ. എങ്ങനെ കാഴ്ചതൊക്കെ പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിച്ച് വിലക്കെ എപ്പോഴൊക്കെ കിട്ടുള്ളൂ. ആണ്ടോ ഇങ്ങോട്ട് പോകാനൊക്കെ അയ്യാ കീറമുണ്ടേ. ഓളത് എടുത്താണ്ടോ കുളിച്ചല്ല കീറമുണ്ട്. ആ ഇതൊക്കെയാണ് ഇറ്റങ്ങളൊക്കെ തൊള്ളി നോക്കുകയാണെങ്കിലോ പെരും തൊള്ളി നാവ് വയ്ക്കാറ്. ക്യാമറ ഓൺ ആയി കഴിഞ്ഞാലോ പിന്നെ ഈ തൊള്ളി നാവ് കഴിഞ്ഞ ഫോണ് കാണൂല. വല്ലാത്ത ജാതി. ഒരു പാറപ്പള്ളി ഇല്ല. ഇനി നേരെ പെരീക്ക് നമ്മള് കോയിലാണ്ട് ഹാർബറിലൊന്ന് പോകുക. അങ്ങനെ പിന്നെ ഐറ്റങ്ങളൊക്കെ നിർബന്ധപ്രകാരം പാറപ്പള്ളിക്ക് പോകേണ്ടി വന്നു. ഇത് നമ്മളെ റിച്ചു ആണ് കേട്ടോ. ക്യാമറ തിരിച്ചപ്പോത്തിന് അങ്ങോട്ട് തിരിഞ്ഞു നിന്നു. കണ്ടില്ലേ, ഇതാണ് അളൻസ്. എന്തെന്നാലും വേണ്ടില്ല ഇങ്ങനെയൊക്കെ ആക്കുമ്പോൾ ഞാൻ പൊടിച്ചോളം മോങ്ങത്തേക്ക് കൊണ്ടുവരും ഞാൻ ഉറപ്പാ. കണ്ടില്ലേ? ഓ ഇപ്പം കണ്ടു. ഇനി മതി, ഇനി കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമ്മൾ ഈ എന്താ ഇത് ഇവിടെ വെച്ചാണ്ട് അവസാനിപ്പിച്ചാലും വേണ്ട. എനിക്കൊരു ആവശ്യം ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞതിൻ്റെ മുമ്പ് തന്നെ റിച്ചുവിൻ്റെ മൂന്തൊന്ന് കാണിക്കണം എന്നുള്ളത്. അത് കണ്ടില്ലേ, ശരിക്കും കണ്ടില്ലേ. ഇഞ്ഞേ ഓളിങ്ങനെ ടൈറ്റ് ആക്കണം. അപ്പം നിങ്ങൾ എന്താട്ടിയാൽ മതിയെന്നോ, ഓളെ ഭാഗം കണ്ടെടുത്ത് ഇങ്ങനെ സ്ലോ പുഷ് ചെയ്തിട്ട് അങ്ങനെ കണ്ടാൽ മതി. ഓളെ മുഖം ശരിക്കും കണ്ടോളി. വല്ലാത്തൊരാളൊക്കെ പേര് ആദ്യമൊക്കെ പേരും റീൽ ചെയ്യുന്ന ആൾക്കാരെ ഇതൊക്കെ കണ്ടോ. പോരെ ഈ പാറപ്പള്ളിക്ക് കാരണം ഈ പാറ കാണുമ്പോഴാണ് എനിക്ക് ഗായ്സ് ഓർമ്മ വരിക. പണ്ട് സദർ ഉസ്താദ് അതവിടെ അല്ലേ, ബഹുമാനപ്പെട്ട അന്തംകമ്മി സദർ ഉസ്താദ് ഇപ്പൊ ബോക്കിന്ന് പറയലും ബോക്കില്ലോ. അത് ഈ പാറമലേന് അല്ലേ കുഞ്ഞേ. അണ്ട മൂസിനൊക്കെ എന്താ പോയി തിന്നണത്? മാങ്ങ മാണോന്നോ വേണ്ട ഞാൻ വന്നോളി. സംഗതി ഞാൻ തന്നെയായിരുന്നു വേറെ വൈബാട്ടോ അവിടെ. ഇവിടുന്ന് ആ കടൽ ഇങ്ങനെ വീക്ഷിക്കാനും കാറ്റ് കൊള്ളാനൊക്കെ ഭയങ്കര ഒരു എന്താ പറയാ, വേറെ ലെവലാണ്. ഒരു സൈഡിൽ കുന്നും കാടും മറ്റൊരു സൈഡിൽ കടലും. ഓഹ് പൊളി വൈബ്. മൂന്ന് സൈഡ് കടൽ എന്നൊക്കെയാണ് മക്കാമക്കുള്ള വഴി. ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഈ കാടിൻ്റെ ഉള്ളിലൊക്കെ നമ്മളെപ്പോലുള്ള ജീവനും അഹങ്കാരികളും നല്ലവരും ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഉണ്ട് ഈ കാടിൻ്റെ ഉള്ളിൽ അന്ത്യം ഉറങ്ങണേ. പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്തിനാടാ തെറി വിളിക്കണത് നമ്മളെയൊക്കെ, എന്തിനാടാ ബേർഡ് കമൻറ്റ് ഇടണത്? നമ്മളൊക്കെ ഒരു ദിവസം വന്ന് കിടക്കണ്ടല്ലേ. ഇതൊക്കെ കാണുമ്പോൾ ഇല്ലേ പറയാലോ, ഇൻസ്റ്റാഗ്രാമും വേണ്ട ഒന്നും വേണ്ട. കാരണം നമ്മൾ ഇങ്ങോട്ട് ഇവിടെയാണല്ലോ കൂടുതൽ കാലം ഉണ്ടാക്കുക. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭൂമിയിൽ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് കാലങ്ങളല്ലേ. എന്നാലും നിങ്ങൾ ഇതിൽ വേർഡ് കമൻറ്റ് ഇടും നമ്മളെ, ഞാനത് കാണും ചെയ്യും. അത് ഞാനൊരു രസമായിട്ട് എടുക്കുകയും ചെയ്യും. പോന്ന് നമ്മൾ ഇവിടെ മക്ബറിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇതിനുള്ളിലൊരു മക്ബറുണ്ട്. ഇവിടെ ഇതൊക്കെ ഒരുപാട് മഹാത്മാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ്. പിന്നെ ഇവിടെ കുഞ്ഞ് ഇരുന്ന് വിശ്രമിക്കുന്ന സ്ഥലമാണ് ഇപ്പോൾ ഇവിടെ. ഇപ്പുറത്ത് കുഞ്ഞ് അപ്പുറത്തുണ്ടാറുണ്ട്. പെണ്ണുങ്ങൾക്ക് ഇതിൽ കൂടെ പോകണം, ആണുങ്ങൾക്ക് ഇവിടെ പോകണം. അങ്ങനെയൊക്കെയാണ്. വേറെ രസമുണ്ടായി മക്കളെ. ഞാനവിടെ മക്കബറിയിലൊക്കെ പോയിട്ട് ഞാൻ അവിടെ വെയിറ്റിങ്ങിൽ ഇങ്ങനെ നിൽക്കുക, ഫോണുമിലും കളിച്ചിങ്ങനെ കുത്തിരക്കുക. കുഞ്ഞിയും കുട്ടികളൊക്കെ ഇഞ്ഞിട്ടുകൊണ്ട് പോവുകയും ചെയ്തു. പിന്നെ ഞാൻ ഈ കാട്ടിലാകെ അകപ്പെട്ടു, ഒറ്റപ്പെട്ടു. ഖബറാണ്, അങ്ങോട്ട് നോക്കിയാലും ഖബർ, ഇങ്ങോട്ട് നോക്കിയാലും ഖബർ, ഒരു സൈഡിൽ കടൽ. ആകെ ബേജാറായി ഇങ്ങോട്ട് കേട്ടോ. എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ നിന്നൊന്നും ഒരാളും നമ്മളെ കയറി ഒന്നാണ്ട് ഇതിനുള്ളിൽ നിന്ന് ഈ ഖബറിനുള്ളിൽ നിന്നൊന്നും ആരും നമ്മളെ കയറി ഒന്നുണ്ട് നമ്മളെ കൊല്ലി കുടിച്ചില്ല. അത് വേറെ വിഷയം. എന്നാലും ഒരു ഭയം. ഭയന്നിട്ട് കാര്യമുണ്ടോ? നാളെ മറ്റന്നാളും ഞമ്മക്കും വരണ്ടേ. നമുക്കും വരണ അവിടെ കേട്ടാ. ഇവിടെ നോക്കാണി മുന്നിക്കൊക്കെ അവിടെയും കടൽ. ഈ ചുറ്റുഭാഗം കടലും കാടുകളൊക്കെ കേട്ടോ. അതിൻ്റെ ഉള്ളിലിതാ ഒരു പള്ളി. എന്താ മനോഹരമായിട്ടുള്ളൊരു പള്ളി കേട്ടോ. അവിടെ നേരെ നോക്കിയാൽ കടലാണ് ഈ കാണുന്നത് കേട്ടോ. നോക്കാണി ഗായ്സ്, എങ്ങനെയുണ്ട്? സൂപ്പറായില്ലേ?
ഓഹ് ഒരു രക്ഷയില്ല മക്കളെ. ഇതൊക്കെ നമ്മളെ നാട്ടിൽ തന്നെയാണെന്നൊക്കെ അറിയുമ്പോൾ നമുക്ക് തന്നെ ഇത് എന്താ പറയുക, ഇതിൻ്റെ ഒരു ഭംഗി അറിയില്ല. ഇത് പുറത്തുനിന്നൊക്കെ ഒരാൾ വരണം, അപ്പോൾ അതിൻ്റെയൊക്കെ ഭംഗി അറിയാം. കണ്ട അവിടെ കുറേ ടീമുകളൊക്കെ ഉണ്ട്. ആ കൂട്ടത്തിൽ ഇനി കുഞ്ഞും കുട്ടികളുണ്ടോയെന്ന് അറിയില്ല. ഓല അല്ല 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 ഓലല്ല അവിടെ നോക്കാണി. എന്താ ലുക്കില്ലേ. ഏതായാലും ഒന്ന് ജീവിതത്തിലൊന്ന് സന്ദർശിക്കാൻ പറ്റുന്ന ആളുകളൊക്കെ ഒന്ന് സന്ദർശിച്ചുകൊണ്ട് ഇവിടെയൊക്കെ ആരൊക്കെയോ അവിടെ നിന്നാണ്ട് ഫോട്ടോ എടുക്കണ്, വീഡിയോ എടുക്കണ്, എന്തൊക്കെ നടക്കുന്നുണ്ട് അവിടെ. ഓ ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടെ ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടെ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ അധികം ഞാൻ ഇവിടെ എത്തുമ്പോൾ രാത്രിയാണ്. പകൽ ഞാൻ ആദ്യമായിട്ട് എത്തണം. നല്ല പകൽ വെളിച്ചത്തിലുള്ള ഈ വൈബ് നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഓക്കെ ഗായ്സ്, ഇന്നെ അത്ഭുതപ്പെടുത്തിയത് കടൽ, നേരെ സൈഡിൽ തന്നെ ഒരു കുന്ന്. അതങ്ങനെ കുന്നായിട്ട് അങ്ങനെ പോയാണ്ട് അവിടെയാണ് ഈ മക്കുപറയും ചാറൊക്കെ ഉള്ളത്. ഏതായാലും ഞാനിപ്പോൾ കുറച്ച് വെളിച്ചത്തേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ തോന്നുന്നുണ്ട് കുഞ്ഞിനെ തോന്നുന്നുണ്ടാന്ന്, കുഞ്ഞു കുട്ടികളൊക്കെ തന്നെ തോന്നുന്നുണ്ടാന്ന് നിൽക്കണത്. ഓലും ഇവിടുത്തെ ഈ പ്രകൃതിൻ്റെ മനോഹാരിതയിൽ ഇന്നെ മറന്നുപോയി. പക്ഷെ എങ്ങനെ മറന്നാലും വണ്ടീൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ ഞാൻ ഓർക്കുമല്ലോ. വല്ലാത്ത ആൾക്കാരനെ കേട്ടങ്ങള്. ഞാൻ എവിടേക്കെങ്കിലും നോക്കിക്കോട്ടെ. ഓലിപ്പോൾ ഇങ്ങോട്ട് കീപ്പിട്ട് നോക്കി കയറാൻ പറയണിതാ. വല്ലാത്ത മനുഷ്യന്മാരനെ കേട്ടോ. പോര് പറഞ്ഞാൽ ഓലും ഞാൻ വിളിച്ചിരുന്നൊക്കെ പറഞ്ഞു. ഓലും ഞാനെ വിളിച്ചിട്ടൊന്നുമില്ല, ഫോണൊക്കെ വിളിച്ചിനി. എന്തായാലും നിങ്ങൾ ഇത്ര ദൂരം പോരുമ്പോൾ വിളിക്കണ്ട. ഇപ്പോൾ പറഞ്ഞ ഞാൻ ഫോണിലേന്. അതപ്പോൾ എൻ്റെ കണക്ക്. ഓള് പറയാം അപ്പം എന്നെ ആരെങ്കിലും കൊണ്ടുപോയോ എന്നൊക്കെ ചോദിക്കണത്. കണ്ടോ എന്താ ഭംഗി ഗായ്സ്. വിളിച്ചോ അന്നെ കണ്ടിക്കണ്. ശരിക്കൊരു ഒരു വിഷ്വല് കിട്ടിക്കണ എൻ്റെ അവിടെ ഹണി. പെണ്ണിന് കടൽ കാണാൻ പോകുന്ന പെണ്ണിതാ ഇപ്പോൾ കാട്ടിക്കാൻ നോക്കണത്. കാരണം എന്താ, ബാക്കിൽ ഞാണ്ട് കടലിൻ്റെ സൈഡിൽ ഞാണ്ട് നോക്കാൻ പോകുന്നുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾ കാണൂലേ. എങ്ങനെയുണ്ട് പിന്നെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇപ്പോൾ ഒരുവിധ ആൾക്കാരെ കണ്ടന്നെ കറന്ന് ഇപ്പോൾ ഇങ്ങനെ കാണിച്ചേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഏതായാലും ഇവിടെയുള്ള വീഡിയോസ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി പോകുമ്പോഴുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. അത് നല്ലത് എന്തേ. അങ്ങനെ പിന്നെ അവിടെ നിന്നൊക്കെ പോന്ന് എല്ലാവർക്കും ഒന്ന് പള്ളക്ക് നല്ല പൈപ്പ്. പിന്നെ ഒന്നും നോക്കിയില്ല, മന്തിയൊക്കെ കയറി. അങ്ങനെ തീറ്റയും കൂടിയൊക്കെ കഴിഞ്ഞ് പതിവ് പോലെ തന്നെ ബില്ല് കൊടുക്കാൻ നേരത്തെ ഞാൻ പിന്നോട്ട് നിന്നു. പിന്നെ ചെറിയ ഡയലോഗും കൊടുത്തില്ല. ഞാൻ കൊടുത്തോളാം. കൊടുത്തോ? ഞാൻ വിചാരിക്കുന്ന ഇവിടുത്തെ ബില്ലിനെ ഞാൻ കൊടുക്കാം. എൻ്റെ പൈസ തന്നെയാണോ അതൊക്കെ. ഇതിൻ്റെ അടുത്തല്ലേ? അങ്ങനെ പിന്നെ ഭക്ഷണത്തിന് ശേഷം ഭക്ഷണത്തിനെ കുറിച്ച് രണ്ട് അഭിപ്രായം എഴുതാൻ മാറും. റിച്ചുവാണ് എഴുതിന്, നമ്മുടെ നജയാണ് കൊണ്ടുപോയി ഒട്ടിച്ചന് കേട്ടോ. അങ്ങനെ കുഞ്ഞോളെ നമ്മോട് പറഞ്ഞേനും കൊയിലാണ്ടിയൊക്കെ പോകില്ല. അവിടെ ഹാർബറിൽ ചെന്നാൽ ചിലപ്പോൾ കല്ലുമ്മക്ക കിട്ടും, അതൊന്ന് വാങ്ങുവേണ്ടി. എന്നിട്ട് നമുക്ക് ഇവിടെ ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞേനും. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി നമ്മൾ ഹാർബറിലൊന്ന് പോകാം കേട്ടോ. കേട്ടോ, അപ്പോൾ ഇതാണ് നമ്മളെ കൊയിലാണ്ടി ഹാർബർ കേട്ടോ. അതിലേക്ക് പ്രവേശിക്കുകയാണ്. മറ്റേ കുഞ്ഞോക്ക് മൂഞ്ചി പോന്നു. കുഞ്ഞിന്റെ ഭാഷ പറഞ്ഞാൽ എന്ത്? മൂഞ്ചി പോന്നു. കാരണം പിന്നെ ഉണ്ടാടന്നോട്ടോ അവിടെ വീട് എടുക്കാണ്. ഞാണ്ടല്ലോ പിന്നെ സാധനം കിട്ടില്ല ചുരുക്കം പറഞ്ഞാല് കല്ലുമ്മക്കായി. അപ്പോൾ കുഞ്ഞോക്കെ ഞാൻ വിളിച്ചോറ് സാധനം ഇല്ല, ഞാൻ പോണ പോക്കിൽ എവിടെയും മാർക്കറ്റിൽ നിന്ന് കിട്ടണമെങ്കിൽ വാങ്ങാം. മൂപ്പര് പറഞ്ഞു, ഇവിടെ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഇന്നലെ വരണ്ടീന്, ഇന്നലെ ഒക്കെ ഇഷ്ടം പോലെ സാധനം ഉണ്ട്, ആർക്കും വേണ്ടേനെന്ന് അറിയാം. ഞങ്ങളങ്ങോട്ട് ചടപ്പിച്ചു മൂപ്പര്. അങ്ങനെ ഗായ്സ് എല്ലാവരെയും കൊണ്ടുപോയി ഇറക്കി. പിന്നെ വേറെ കാര്യം പറഞ്ഞത് മറ്റേ കല്ലുമ്മക്കായ പിന്നെ വേറെ കടയിൽ നിന്ന് കിട്ടിട്ടോ. ഓക്കെ, ഞാൻ അതുകൊണ്ട് ഒന്ന് രണ്ട് പരിപാടികളുണ്ടൊക്കെ കാണിച്ചു തരാട്ടോ. ഓക്കെ, അപ്പോൾ കുഞ്ഞാ എന്നാ പിന്നെ അങ്ങനെ കേട്ടോ. കുഞ്ഞിന്ന് നമ്മളോട് തന്നെ നിൽക്കണത്. കുഞ്ഞിൻ്റെ മക്കളും കുട്ടികളൊക്കെ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇനി വണ്ടിയിൽ സാധനമൊക്കെ ഇറക്കട്ടെ. അപ്പോൾ റിച്ചു അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നപ്പോഴേ വെക്കറ്റ് ചെയ്ത് പോകുന്നതല്ലേ, ഫുള്ള് സാധനം കേട്ടോ. വലിയ കാണൊന്നുമില്ല, ഒക്കെ ഇത്രേ ഉള്ളൂ. 1/2 കിലോനും 1/4 കിലോനൊക്കെ ഉള്ളു.
അങ്ങനെ ഞങ്ങള് പോയി വന്നു കുഞ്ഞോളെ. ഞാൻ എല്ലാവരും എനിക്ക് മിസ്സിങ് ആയോ? സന്തോഷമായി എന്ന് പറയാം. പിന്നെ അപ്പൊ നമ്മള് കല്ലുമ്മക്കായ കൊണ്ടുവന്നിട്ടുണ്ട്. കുഞ്ഞോള് ഇതാ കല്ലുമ്മക്കായൊക്കെ നന്നാക്കി കല്ലുമ്മക്കായ വെക്കല പരിപാടിയാണ്. കുഞ്ഞോള് കോഴിക്കോട്ടുകാരത്തി ആയതുകൊണ്ട് ഓക്ക് അതിൻ്റെ ഒരു ചെറിയ ചോയൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതിന്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരും അല്ലെ കുഞ്ഞോളെ? പറഞ്ഞു കൊടുക്കൂലേ? അത് വർക്കൗട്ട് ആവും എന്ന് ഞാൻ വിചാരിക്കണേ. ഇനി അഥവാ വർക്കൗട്ട് ആയിട്ടില്ലെങ്കിൽ ആ ഇതിന്റെ നെഞ്ഞത്ത് കയറരുത് കേട്ടോ. കമ്പനി ഉത്തരവാദിയാവൂല. പിന്നെ പറയട്ടെ, അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ കറക്റ്റ് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരും കേട്ടോ. പിന്നെ എന്തുകൊണ്ട് കുഞ്ഞോളെ കൊണ്ടുപോയില്ല എന്നുള്ളൊരു ചോദ്യം എല്ലാവർക്കും ഉണ്ടാവും. ഒന്നുമില്ല മക്കളെ, നിങ്ങൾ കണ്ടില്ലേ ആ വണ്ടിയിൽ കുറച്ച് സാധനമുണ്ട്, പിന്നെ കുട്ടികളൊക്കെ, അപ്പോൾ അതുകൊണ്ട് ഇരിക്കാൻ കഴിയൂല. അതുകൊണ്ടാണ് കുഞ്ഞോളെ കൊണ്ടുപോകാൻ. കുഞ്ഞോളെ എനിക്ക് ഗതിയാടാ കുഞ്ഞോളെ.